നമ്മളിവിടെ ജിയോയുടെ എയർ ഫൈബർ കണക്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പം കണക്ഷനിൽ വരുന്ന 3 ഡിവൈസസാണിത്. നമുക്കൊരു ഓഫർ പ്ലാനിലാണ് എടുത്തേക്കുന്നത്. അപ്പം 1200 റുപ്പീസിനാണ് കണക്ഷനും 2 മന്ത് പ്ലാനും. ബേസിക് പ്ലാനാണ് 30 Mbps 1000 GB കട്ട് ഓഫിൽ നമുക്ക് വരുന്നത്. നമുക്കിപ്പോൾ അഡീഷണൽ ഒരു 500 റുപ്പീസ് ടെക്നീഷ്യൻ്റെ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അത് ഒത്തിരി ജിയോയുടെ തന്നെ ടെക്നീഷ്യൻ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഇൻസ്റ്റലേഷൻ ഫ്രീ. ഒത്തിരി ലാഗ് വരും. നമുക്കിപ്പോൾ അർജൻറ്റ് ഉള്ളതുകൊണ്ട് അവർ ടെക്നീഷ്യൻ തന്നെ വിട്ടു. അപ്പം 500 റുപ്പീസ് അതിനായിട്ടുണ്ട്. 1700 റുപ്പീസാണ് നമുക്കിപ്പം അയക്കുന്നത്. ഇടുക്കി അട്ടിമാലിയിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് മെയിൻ ഡിവൈസ്, എയർ ഫൈബർ ODCP എന്ന് പറയുന്നത്. ഇതാണ് ടവറിനെ ഫേസ് ചെയ്തിട്ടാണ് വരുന്നത്, സെറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം ഒരു 500 മീറ്ററിനൊക്കെ ഉള്ളിൽ ടവർ കാര്യങ്ങളൊക്കെ ജിയോയുടെ വരുവാണെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ നമുക്ക് കണക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവരത് സിഗ്നൽ കാര്യങ്ങളെല്ലാം നോക്കി മാത്രമേ അത് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. ആദ്യം ഒരു എക്സിക്യൂട്ടീവ് വന്ന് സിഗ്നലും കാര്യങ്ങളെല്ലാം നോക്കി സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ അവർ. അപ്പം ഈ ഡിവൈസാണ് ടവറിനെ ഫേസ് ചെയ്ത് വരുന്ന ഡിവൈസാണ്, ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് സിഗ്നൽ നമ്മുടെ മോഡത്തിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു Cat 5 കേബിൾ ഉപയോഗിച്ചാണ് വരുന്നത്, അത് റൂട്ടറിലോട്ട്. ഇതാണ് എയർ ഫൈബറിൻ്റെ റൂട്ടർ വരുന്നത്. അല്ല ഒരു പ്രീമിയം ലുക്കാണ് കാര്യങ്ങൾ വരുന്നത്. സാധാ മോഡം റൂട്ടർ പോലെയൊന്നും അല്ല, നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂട്ടറാണെങ്കിലും നല്ല ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പം വെയിൽ ഒക്കെ അടിച്ചാലും അങ്ങനെ ഒരു കളർ ഫെയ്ഡോ അങ്ങനെയൊന്നും വരുന്ന രീതി തോന്നുന്നില്ല മെറ്റീരിയൽ ഉപയോഗിച്ചേക്കുന്നത്. എല്ലാം ഇതാണെങ്കിലും വാട്ടർ പ്രൂഫാണ്. പിന്നെ വരുന്നത് സെറ്റ് ബോക്സ് ആണ്. സെറ്റ് ബോക്സ് നമുക്ക് ഈ പ്ലാനിൽ തന്നെ വരുന്നുണ്ട്. ഇത് ബേസിക് പ്ലാൻ എന്ന് പറയുമ്പം 707 ആണ് വരുന്നത്, GST അടക്കം വരുന്നത്. അപ്പോൾ അതിലാണ് ഈ 30 Mbps പ്ലാനും അതോടൊപ്പം 1000 GB വരെ കട്ട് ഓഫും നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ ജിയോ TV നമുക്ക് അവൈലബിൾ ആണ്. ജിയോ TV 800 എബോവ് ചാനൽസ് നമുക്ക് വരുന്നുണ്ട്. എല്ലാ ചാനൽസും ഉണ്ട്, മെയിൻലി മലയാളത്തിലെ എല്ലാ ചാനൽസിലും വരുന്നുണ്ട്. പിന്നെ ഹോട്ട്സ്റ്റാർ നമുക്ക് ഫ്രീ ആണ്, ഹോട്ട്സ്റ്റാർ കിട്ടും, ജിയോ ഹോട്ട്സ്റ്റാർ കിട്ടും. പിന്നെ ജിയോ സിനിമ, സോണി ലൈവ് എല്ലാം നമുക്ക് ഇതിലോട്ടം കണക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം ആക്ച്വലി TV കണക്ഷനും കൂടെ നമുക്ക് ഈ പൈസക്ക് കിട്ടും. ഇതാണ് 3 ഡിവൈസസ് വരുന്നത്. ഇതാണ് നമ്മുടെ ODCP എന്ന് പറയുന്ന ഡിവൈസ്. ഇപ്പം പുറത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ടെക്നീഷ്യൻ വന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഇതിവിടെ ഡ്രില്ലൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ടാഗ് വെച്ചിട്ട് കിട്ടിയേക്കുവാണ്. അപ്പോൾ അതൊരു 1-2 വർഷം കഴിയുമ്പോഴൊക്കെ ടാഗൊക്കെ വെയിൽ കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി കെട്ടണം. ഇതൊരു സിഗ്നല് കാര്യങ്ങളെല്ലാം വന്ന് നോക്കി ആണ് ഇവിടെ ലൊക്കേഷൻ സെറ്റ് ചെയ്തത്. ഇവിടെ സ്പീഡ് നോക്കുമ്പം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. 400 MB ഒക്കെ സ്പീഡ് കാണിക്കുന്നുണ്ട്. 40 ഡെസിബിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു 80 ഡെസിബിൽ താഴെ വരുന്നതെല്ലാം നല്ലതാണ്, നല്ല സ്പീഡും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല മെറ്റീരിയൽ തന്നെയാണ് എല്ലാം വരുന്നത്. ഇത് ടവറിനെ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയത്. ഒരു 500 മീറ്ററിന് ഉള്ളിൽ ടവർ വരുമെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ കിട്ടും. ഇതെല്ലാം വാട്ടർ പ്രൂഫാണ് വരുന്നത്. ഇവിടെ കേബിൾ ഇവിടെ നിന്നാണ് എടുത്തേക്കുന്നത്, Cat 5 കേബിളാണ്. ഡാമേജ് അങ്ങനെ പെട്ടെന്ന് വരുന്ന എല്ലാം തോന്നുന്നു ഈ കേബിളൊക്കെ കണ്ടിട്ട്. ഇതല്ലാണ്ട് കുറച്ചും കൂടെ നല്ല കേബിളുണ്ട്, ഇവർക്ക് വരുന്നില്ല, ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് കിട്ടും. അപ്പം ഇതിൽ 2 ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട് ഇവിടെ വരുന്നത്. ഇത് നമുക്ക് ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ പവർ ഓണിൻ്റെ ഒരു ലൈറ്റാണ്, ഗ്രീൻ ലൈറ്റ് വരുന്നത്. പിന്നെ വരുന്നത് സിഗ്നലിൻ്റെയാണ്, ഡാറ്റ സ്പീഡിൻ്റെ കാര്യങ്ങളുടെയാണ് മറ്റൊരു ലൈറ്റ് വരുന്നത്, LED ഇൻഡിക്കേഷൻ വരുന്നത്. അപ്പം നല്ല മെറ്റീരിയലും കാര്യങ്ങളുമാണ് ഇത് വരുന്നത്.
ഇവിടെ നമുക്ക് ക്യാറ്റ് 5 കേബിളാണ് വലിച്ചേക്കുന്നത്. ഒരു 30 കേബിൾ 30 മീറ്റർ വലിച്ചിട്ടുണ്ട് കേബിൾ തന്നെ. ഇതാണ് നമ്മുടെ ഈ റൂട്ടർ വരുന്നത്. ഈ ഗ്രീൻ ലൈറ്റ് സിഗ്നലിൻ്റെ ആണ് ഇൻഡിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഇത് നല്ല മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഡെഡ്ലി ചെയ്ത് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പം നമ്മുടെ സൗകര്യം കൂടെ നോക്കിയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു അഡാപ്റ്ററും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഈ ഒരു വൈറ്റ് അഡാപ്റ്റർ വരുന്നുണ്ട്, അതിൻ്റെ പവർ വരുന്നു. അത് തന്നെയാണ് ക്യാറ്റ് 5 കേബിള് പുറത്തെ ഓഡിയോയിലോട്ട് പോകുന്നത്. അത് തന്നെയാണ് പവർ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഒന്ന് പവറിൻ്റെ ആണ്, ഒന്ന് ഈ ക്യാറ്റ് 5 കേബിളിൻ്റെ ആണ്. ഒരു കേബിള് നമുക്ക് ലാൻ കേബിൾ വരുന്നത് ഈ സെറ്റ് ടോപ്പ് ബോക്സിലോട്ടാണ്. ഈ യെല്ലോ കേബിൾ ഇവിടെ ഒരു DVR ഉണ്ട്, അപ്പം DVRൻ്റെ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ട്വൽവ് വോൾട്ട് 3 ആംപിയർ ആണ് ഇൻപുട്ട് വരുന്നത്, ഇതിന് പവർ ഇൻപുട്ട് വരുന്നത്. ഒരു പവർ ഓൺ ആക്കിയ ശേഷം ഒരു 3 മിനിറ്റ് താഴെ 2.5 മിനിറ്റ് എടുക്കുന്നുണ്ട് കണക്ഷൻ കിട്ടാനായിട്ട്. ഇവിടെ സെറ്റ് ടോപ്പ് ബോക്സ് നമ്മളിവിടെ വെറുതെ TVയുടെ പിന്നിലോട്ട് വെച്ചിട്ടേ ഉള്ളൂ. സെറ്റ് ടോപ്പ് ബോക്സിനും ഒരു ലൈറ്റ് കാര്യങ്ങളുണ്ട്. ജിയോടെ ഇതാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ പുറകിലോട്ട് വെച്ചത് റിമോട്ട് യൂസ് ചെയ്യുന്ന IR ബ്ലാസ്റ്റർ പേജ് അല്ല, IR റിമോട്ട് അല്ല വരുന്നത്, ബ്ലൂടൂത്ത് വഴിയാണ് റിമോട്ട് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം പിന്നെ ഇത് ഫേസ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറകിലോട്ട് വെച്ചേക്കുന്നത്. ഇവിടെയും വരുന്നത് ഒരു അഡാപ്റ്റർ കേബിളും, നമുക്ക് 2 സ്ലോട്ട്സ് ഉണ്ട്, USB സ്ലോട്ട്സ് ഉണ്ട്. ഒന്ന് പെൻ ഡ്രൈവോ ക്യാമറയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ജിയോ ജോയിൻ വഴി കോള് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നെങ്കിൽ ക്യാമറ കണക്ട് ചെയ്യാം. പിന്നെ ഒരു ലാൻ കേബിളും പിന്നെ HDMI കേബിളുമാണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് പിന്നിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ, ഇത് മുന്നിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല. റിമോട്ട് ബ്ലൂടൂത്ത് ആയതുകൊണ്ട് റിമോട്ടും കൂടെ ഇതാണ് നമ്മുടെ എയർ ഫൈബറിൻ്റെ റിമോട്ട് വരുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിമോട്ടാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള റിമോട്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്തും IR ബ്ലാസ്റ്ററും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് TVയുടെ റിമോട്ടായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഈ പവർ ഓണൊക്കെ TVയും പവർ ഓൺ ചെയ്യാൻ പറ്റുമായിരുന്നു IR ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിലിപ്പം സ്വിച്ച് ഉണ്ട്, പക്ഷേ ബ്ലൂടൂത്ത് മാത്രമേ ഉള്ളൂ ഈ റിമോട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റില്ല TVയുടെ റിമോട്ടായിട്ട്. അതിൻ്റെ സോഴ്സ് ഇതൊന്നും വർക്കാകുന്നില്ല, ബ്ലൂടൂത്ത് മാത്രമേ ഉള്ളതുകൊണ്ട്. ഇതാണ് വരുന്നത്. നല്ല റിമോട്ട് തന്നെയാണ്, നല്ല ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് റിമോട്ട് വരുന്നത്. ഇപ്പം ഇവിടെ വോയിസ് ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റും. ചാനൽസിൻ്റെ നമ്പറൊക്കെ പറഞ്ഞാൽ മതി. ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ചസ് ഹോട്ട്സ്റ്റാർ, ജിയോ സിനിമ, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്. ഈ ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. ജിയോ ഏറ്റെടുക്കുന്നതിന് മുന്നേ ഉണ്ടാക്കിയ റിമോട്ടായിരിക്കണം. ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നാണ് വന്നിരിക്കുന്നത്. ഒരു LED വരുന്നുണ്ട് ഇവിടെ. ഇതാണ് റിമോട്ട് വരുന്നത് ജിയോ. പക്ഷേ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു OK ബട്ടണിൽ എന്തെങ്കിലും ഒരു ബമ്പോ കാര്യങ്ങളോ അവർ കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിരുന്നു. ഇതിപ്പം ഇവിടെ ഡിസൈനിൽ ഇവിടെയൊക്കെ കട്ടിങ് വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിത് കൈ ഓടിക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം കറക്റ്റ് OK ഏതാ അപ്വേഡ് ഏതാന്ന് നമുക്ക് നോക്കാണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ സ്വിച്ച് മാറിപ്പോവും. അപ്പോൾ എന്തെങ്കിലും ഒരു ഡോട്ടോ ബമ്പോ എല്ലാം ഇവിടെ OK അല്ലെങ്കിൽ ആരോസിൽ എന്തെങ്കിലും കൊടുക്കുമായിരുന്നെങ്കിൽ വളരെ കുറച്ചും കൂടെ യൂസ്ഫുള്ളായിരുന്നു. നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മൾ എക്സ്ട്രാ ഒരു ക്യാമറ വെച്ചേക്കുന്നതാണ്, ലാപ്ടോപ്പ് ക്യാമറ.
എക്സ്ട്രാ കണക്ട് ചെയ്തേക്കുന്നതാണ്. ഇതിൽ ജിയോ ജോയ് എന്ന് പറഞ്ഞൊരു കോളിംഗ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ക്യാമറ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് വ്യൂ വരുന്നത്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് കാണാം. ജിയോ ടി വി, ഹോട്ട്സ്റ്റാർ, ജിയോ PC. ഇതും ഫസ്റ്റ് മന്ത് 1 മന്ത് നമുക്ക് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ കിട്ടും. നമുക്കൊരു കീബോർഡ് മൗസും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PC ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിന് വേറെ പ്ലാനാണ് വരുന്നത്. അതിന് ജിയോ ഗെയിംസ് ഉണ്ട്. ജിയോ ഗെയിംസ് എല്ലാം പെയ്ഡാണ് വരുന്നത്. ജിയോ സ്ഫിയർ ബ്രൗസർ, ഫോട്ടോസ്, C5, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം എല്ലാം നല്ല ആപ്ലിക്കേഷൻ എല്ലാം വരുന്നുണ്ട്. അതുപോലെ ഇത് ജിയോ ജോയിൻ എന്ന് പറയുന്നത് കോളിംഗ് ഫീച്ചറാണ്. നമുക്കൊരു ലാൻഡ് ലൈൻ നമ്പർ കിട്ടുന്നുണ്ടാവും ഇതിനൂടെ. അപ്പോൾ നമുക്ക് മൊബൈലിലും അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഈ സെയിം വൈഫൈ നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് ഗോയിങ് ഇൻകമിങ് എല്ലാം ആ നമ്പർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ജിയോയുടെ ഒരു ആപ്പും വിളിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു പോസ്റ്റ് പെയ്ഡ് ആയിട്ടാണ് ഇത് നമുക്ക് എല്ലാം വന്നേക്കുന്നത്. പ്ലാനായിട്ടാണ് എക്സ്ട്രാ എന്താ മന്ത്ലി ബില്ല് വരുന്നത് പറയുന്നു. ബില്ല് യൂസ് ചെയ്തതിൻ്റെ ആയിരിക്കും വരുന്നത്. നമ്മൾ എക്സ്ട്രാ ഇപ്പം ഈ ഒരു കട്ട് ഓഫ് 1000 GB ശേഷം എന്തെങ്കിലും യൂസ് ചെയ്താൽ ചിലപ്പം പോസ്റ്റ് പെയ്ഡ് ആയിട്ട് ബില്ലായിട്ട് അങ്ങനെ ആയിരിക്കും വരുന്നത്. അങ്ങനെയായിരിക്കണം വരുന്നത്. അതുപോലെ ഇവരുടെ കസ്റ്റമർ കെയർ ഞാൻ നോക്കിയിട്ട് ഒരു നമ്പറുണ്ട്, ഒരു 1800 തുടങ്ങുന്ന ടോൾ ഫ്രീ നമ്പർ. അത് വിളിച്ചിട്ടൊന്നും എയർ ഫൈബറിൻ്റെ കസ്റ്റമർ കെയറിലോട്ടല്ല കണക്റ്റ് ആവുന്നത്. സാധാ ജിയോയുടെ ഇതിലോട്ടാണ് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡാറ്റ യൂസേജും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ക്യാമറയുടെ ഒരു ആപ്പ് ഉണ്ടാവും. ജിയോ സിനിമ ഇതെല്ലാം ഹോട്ട്സ്റ്റാറൊക്കെ അവൈലബിൾ ആണ്. ആടുള്ള പ്ലാൻ തന്നെയാണ്, ബേസിക് പ്ലാൻ തന്നെയാണ് വരുന്നത്. പിന്നെ മെയിൻ ജിയോ ടി വി കാണാനായിട്ട് ജിയോ TV Plus ആണ് വരുന്നത്. അതിൽ TV ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടുന്നതാണ്. എല്ലാ ചാനൽസും ഉണ്ട്. മെയിൻലി എല്ലാ ചാനൽസും ഇവിടെ കിട്ടുന്നുണ്ട്. HD ചാനൽസും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഈ പ്ലാനിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നെറ്റ് വഴി വരുന്നതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചെറിയൊരു ചാനൽ മാറ്റുമ്പോഴാണ് ചെറിയൊരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് ചില സമയത്ത് തോന്നാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി അങ്ങനെ ഇല്ല. വേറെ ചാനലൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ഈ ഒരു നെറ്റ് വഴി വരുന്നതായതുകൊണ്ട് ചെറിയൊരു
റിമോട്ടിൻ്റെ എല്ലാം ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇത് ആൻഡ്രോയിഡ് ടി വി അല്ല, ഇതൊരു നോൺ ആൻഡ്രോയിഡ് സാധാ ടി വി ആണ്, നോർമൽ ടി വി ആണ്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ടി വി തന്നെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഇൻ്റർഫേസ് അങ്ങനെയാണ് വരുന്നത്. അപ്പം ആൻഡ്രോയിഡ് ടി വി അല്ലാത്തവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ജിയോ നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റാണ്. അതൊന്ന് $30 പ്ലാനാണ് നമുക്ക് ഇപ്പം ഫ്രീ കിട്ടുന്നത്. അതേ സ്പീഡ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 32, 31 ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വേറെ കുറേ ഡിസ്പ്ലേ ആൻഡ്രോയിഡ് ടി വി പോലെ അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. റിമോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു BLE റിമോട്ട് ഡിസ്കണക്റ്റഡ്, അതാണ് IR അല്ലാത്തതുകൊണ്ടാണ് നമുക്കത് പെയർ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ മൊബൈൽ റിമോട്ടായിട്ടുണ്ട്. മൊബൈലിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും റിമോട്ടായിട്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. ഇത്രയാണ് വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു പൈസയ്ക്ക് നമുക്കൊരു ബെറ്റർ ചോയ്സ് തന്നെയാണ്. വേറെ ഏത് കണക്ഷൻ അടിക്കും, ഇപ്പം വയേർഡൊക്കെ BSNL, കേരള വിഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരെ ഇല്ലെങ്കിൽ വയർ വലിക്കുന്ന പൈസയൊക്കെ 100 മീറ്ററിന് 1000 രൂപ അടുത്ത് വരും. അത് തന്നെ അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം അങ്ങനെ ഒരു കണക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എയർ ഫൈബർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ.